ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അടപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ റൈസ് അടയാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം റൈസ് അടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വാഷ് ചെയ്ത ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അട വേവിച്ചെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അട വേവിക്കാൻ വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അട വെന്ത് വരുമ്പോൾ അത് വേർത്ത് വരും, അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് വാഷ് ചെയ്ത് വെച്ച അട ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്ന ശേഷം ഒരു 10 മിനിറ്റ് കൂടെ അതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും അടയെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും അടയെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. 400 ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി വേവിച്ച് വെച്ച അട കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ഉരുക്കിയതും അടയും കൂടെ നന്നായി മിക്സായിട്ട് ഈ ശർക്കരയുടെ മധുരമെല്ലാം അടയിൽ നന്നായി ഒന്ന് പിടിച്ച് വരണം. ശർക്കര ഒന്ന് നന്നായി വറ്റി വരണം. അപ്പോഴേക്കും അടയിൽ ശർക്കരയുടെ മധുരം എല്ലാം നന്നായി ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ടാകും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതിലേക്ക് 3 കപ്പ് 2-ാം പാൽ ഈ സമയം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് ഒന്നുകൂടെ ഒന്ന് സെറ്റായി വരണം. ഇതിലോട്ട് നമുക്ക് ഈ സമയം ഗീ ഒഴിച്ചു കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ ഗീ ആണിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോഴേക്കും തേങ്ങാപ്പാലും കൂടെ കുറച്ചൊന്ന് വറ്റി വരും. അപ്പോൾ നമുക്ക് 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇത് വറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നല്ല തിക്കായിട്ടുള്ള 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. 4 കപ്പ് 1-ാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്കായും കുറച്ച് ചുക്കും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ തിള വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗീയിലും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ട് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരണം. ഇപ്പോൾ അണ്ടിപ്പരിപ്പെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുന്തിരിയും കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടപ്രഥമനാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്സിനായി അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.